നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ കളവ് പോയിട്ട് നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട് വിഷമിക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് അറിഞ്ഞു വെക്കുകയും പഠിച്ചു വെക്കുകയും ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് കളവ് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്വർണം, ക്യാഷ്, നിത്യോപയോഗ വസ്തുക്കൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കളവ് പോയാൽ, വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മിൽ നിന്ന് കളവ് പോയാൽ നമുക്ക് ആ സാധനം തിരിച്ചു കിട്ടാൻ ഒരു ആത്മീയമായ മാർഗം. ശ്രദ്ധിക്കേണ്ടത് എത്ര തവണ ചൊല്ലണം, എന്താണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, ഇത് മൂന്ന് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിവ് വളരെ പെട്ടെന്ന് കിട്ടുകയും നീട്ടിവലിക്കാതെ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. ഒന്നാമതായി, ഇത് ചൊല്ലേണ്ട സമയം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമാണ്. സുബ്ഹി നിസ്കാരത്തിനു ശേഷമാണ് ഇത് ചൊല്ലേണ്ടത്. അപ്പൊ സമയം മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എന്താണ് ചൊല്ലേണ്ടത്? ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മ യാ ജാമിഅൻ നാസി ലിൽ യൗമ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ് ഇജ്മഉ അലയ്യ വല്ലതി. അല്ലാഹുമ്മ യാ ജാമിഅൻ നാസി ലിൽ യൗമി ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ് ഇജ്മഉ അലയ്യ വല്ലതി. ഈ ദിക്റിനെ ചൊല്ലേണ്ടത്. അപ്പോൾ എപ്പോൾ ചൊല്ലണം, എന്ത് ചൊല്ലണം എന്നുള്ളത് പറഞ്ഞു. ഇനി ഇത് എത്ര തവണയാണ്? 111 തവണയാണ് ചൊല്ലേണ്ടത്. 111 തവണ സുബ്ഹിക്ക് ശേഷം ഈ ദിക്റിനെ നിങ്ങൾ ചൊല്ലുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അപ്പോൾ കിട്ടാൻ ഇതൊരു കാരണമാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇത്തരം സ്വർണങ്ങൾ അനുബന്ധമായതൊക്കെ പോകുന്ന സമയത്ത് നമ്മളിത് ചൊല്ലിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ ആളുകളിലേക്ക് ഈ അറിവ്, ഈ വീഡിയോ എത്തും. അപ്പോൾ അവരൊക്കെ ഇത് കാണാൻ കാരണമാകും, അവർക്കും ഉപകാരപ്പെടും. ഒരു ആത്മീയമായ ദീനിയായ അറിവാണല്ലോ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. വീണ്ടും കാണാം. ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.